ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അലിഗഡ് സർവകലാശാലയിലെ ഉച്ചഭക്ഷണ മെനുവിൽ ബീഫ് ബിരിയാണി ഉൾപ്പെടുത്തിയ സംഭവത്തിൽ വലിയ രൂപത്തിൽ വിവാദം ആളിപ്പടരുകയാണ്. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ സർ ഷാ സുലൈമാൻ ഹാളിൽ ഞായറാഴ്ച ഉച്ചഭക്ഷണത്തിനാണ് ബീഫ് ബിരിയാണി വിളമ്പാനുള്ള നോട്ടീസ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അതിന് പിന്നാലെയാണ് കൂടുതൽ വിവാദത്തിന് കാരണമായത്. ഇപ്പോൾ അലിഗഡ് സർവകലാശാല വിവാദങ്ങളിൽ ഇടം പിടിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. പല സന്ദർഭങ്ങളിലും പലപ്പോഴും പല രൂപത്തിലുള്ള വിവാദങ്ങളിൽ അലിഗഡ് മുസ്ലിം സർവകലാശാല ഇടം നേടിയിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ഈ വിഷയവും. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ബീഫ് ബിരിയാണി വിളമ്പാനുള്ള നോട്ടീസ് നൽകുകയും അതാരോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ടു. സോഷ്യൽ മീഡിയയാകുമ്പോൾ ജഡ്ജും വാദവും പ്രതിവാദവും സാക്ഷിമൊഴികളും തെളിവുകളും അങ്ങനെ ഒരുപാട് വസ്തുതകൾ നമ്മൾ പോലും അറിയാതെ വന്നിരിക്കും. അതങ്ങനെയാണ്. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാട്ടിൽ സോഷ്യൽ മീഡിയയാണ് ഇന്ന് പല വിഷയങ്ങളുടെയും വിധികർത്താക്കൾ. അപ്പോൾ ഈ വിഷയം സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തു. ബീഫ് ബിരിയാണി വിളമ്പുന്ന സംഭവത്തെ ചൊല്ലി അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ ആടിത്തിമിർന്നു. നിരവധി പേരാണ് സർവകലാശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കാരണം ഒരു സർവകലാശാലയിൽ ബീഫ് ബിരിയാണി വിളമ്പുന്നത് ഇത്ര വലിയ അപരാധമാണോ എന്ന് ചോദിച്ചു മറ്റൊരു കൂട്ടർ. ഇത് ഒരു മതവിഭാഗത്തെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്നൊരു കൂട്ടർ. ഇങ്ങനെ രണ്ടു ഭാഗത്തു നിന്നുമുള്ള വാദപ്രതിവാദങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഒരു വേദിയായി മാറി. യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരാണ് പുതിയ മെനു ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടീസിന് പിന്നിൽ എന്നാണ് ചിലർ ഉന്നയിക്കുന്ന ശക്തമായിട്ടുള്ള ആരോപണം. രണ്ട് അംഗീകൃത വ്യക്തികൾ നൽകിയതായി കരുതപ്പെടുന്ന നോട്ടീസിലാണ് വിവാദമുണ്ടായത്. ഞായറാഴ്ചത്തെ ഉച്ചഭക്ഷണ മെനുവിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആവശ്യാനുസരണം ചിക്കൻ ബിരിയാണിക്ക് പകരം ബീഫ് ബിരിയാണി നൽകും എന്നായിരുന്നു നോട്ടീസിൽ അറിയിച്ചിരുന്നത്. ഇത് ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലെ രണ്ട് ഉദ്യോഗസ്ഥരിലേക്ക് ശ്രദ്ധ മാറുന്നത്. ഒരുപക്ഷെ അവർ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും കണ്ടറിയേണ്ടി വരും. അങ്ങനെ പഴയ മെനു റീബിൽഡ് ചെയ്ത് പുതിയ ഒരു മെനു ആണ് അവർ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ആ രണ്ട് വ്യക്തികൾ, അവർ രണ്ടുപേരും ഈ ബോർഡിലുള്ളതാണ്. അവർ അംഗീകൃത വ്യക്തികളാണ്. അവർക്ക് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനും നിലവിലുള്ളതിൽ മാറ്റം വരുത്താനുമുള്ള റൈറ്റ്സ് ഉള്ളവരാണ് എന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ ഇതുവരെ ചിക്കൻ ബിരിയാണി നൽകിക്കൊണ്ടിരുന്നതിന് പകരമായിട്ടാണ് ബീഫ് ബിരിയാണി നൽകും എന്ന് നോട്ടീസിൽ അറിയിച്ചിരുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ നിന്ന് തന്നെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഇതിന് പിന്നാലെ നോട്ടീസിലെ ഉള്ളടക്കം വെറും ഒരു ടൈപ്പിംഗ് പിശകാണ് എന്ന വിശദീകരണം നൽകി തടി തപ്പുകയായിരുന്നു ബന്ധപ്പെട്ട അധികൃതർ. ഉത്തരവാദികളായ ആളുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്നും സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. അനാവശ്യമായി സ്ഥാപനത്തെ ഇത്തരം ഒരു വിവാദത്തിലേക്ക് തള്ളിയിട്ടതിന് പിന്നിൽ അംഗീകരിക്കപ്പെട്ട രണ്ട് അധ്യാപകർ മാത്രമാണോ? ഇതിന് പിന്നിൽ സംഘടിതമായ എന്തെങ്കിലും ശ്രമങ്ങളുണ്ടോ എന്നാണ് സ്ഥാപനത്തിന് അറിയേണ്ടത്. അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാദമുണ്ടായത്? അതിന് വ്യക്തമായ രൂപത്തിൽ കാര്യകാരണ സഹിതം അറിയിക്കണം യൂണിവേഴ്സിറ്റിയെ. അങ്ങനെയാണ് കാരണം കാണിക്കൽ നോട്ടീസ് ഈ അധികൃതർക്ക് നൽകിയിട്ടുള്ളത്. മനഃപൂർവ്വമല്ലാത്ത വീഴ്ച എന്നാണ് അധികൃതർ ഇതിനെ വിശേഷിപ്പിച്ചത്. വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണ മെനുവിനെ കുറിച്ച് നോട്ടീസ് നൽകിയതായി ഞങ്ങൾ കണ്ടെത്തി. എന്നാൽ അതിൽ വ്യക്തമായ ടൈപ്പിംഗ് പിശകുകൾ ഉണ്ടായിരുന്നു. ആധികാരികതയിൽ സംശയമുയർത്തുന്ന രീതിയിൽ ഔദ്യോഗിക ഒപ്പുകളില്ലാത്തതിനാൽ നോട്ടീസ് ഉടൻ തന്നെ പിൻവലിച്ചു എന്നും സർവകലാശാലയുടെ അറിയിപ്പ്. കാരണം ഈ വിഷയം വൈറലായി. എങ്ങനെയാണ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്ന് മാത്രം മനസ്സിലായില്ല.
ചിക്കൻ ബിരിയാണി എവിടെ നിൽക്കുന്നു, ബീഫ് ബിരിയാണി എവിടെ നിൽക്കുന്നു? ഒരു വള്ളിക്കോ പുള്ളിക്കോ 1, 2, 3, 9 അക്ഷരങ്ങൾക്ക് വ്യത്യാസം സംഭവിച്ചാൽ ഇങ്ങനെ ഉണ്ടാകുമോ? മനഃപൂർവമല്ലാത്ത വീഴ്ച എന്ന് പറയുമ്പോൾ അക്ഷരത്തെറ്റാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളത് പരിഹരിക്കും എന്ന് അധികൃതർ അറിയിച്ചു. ഓക്കെ, ടൈപ്പിംഗ് പിശകുകളായിരുന്നു എന്നാണ് പറയുന്നത്. ടൈപ്പിംഗ് പിശകുകളല്ല, ആശയങ്ങൾ മാറി, വാക്കുകൾ മാറി, എൻറ്റലി ഡിഫറൻ്റ് ആയ അർത്ഥങ്ങളും വന്നു. അപ്പൊ ഇതിന്റെ ആധികാരികത എങ്ങനെ വന്നു, അതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയാണ് ഔദ്യോഗികമായി ബന്ധപ്പെട്ട അധികാരികൾ ഒപ്പിട്ടിട്ടില്ല. അങ്ങനെ ഈ സ്ഥാപനത്തിന്റെ ഏതെങ്കിലും ഒരു സീലോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് സർവകലാശാല തന്നെ നേരിട്ട് ഈ നോട്ടീസ് പിൻവലിച്ചതായി അധികൃതരെ അറിയിച്ചത്. ഇത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. നോട്ടീസ് നൽകിയതിന് ഉത്തരവാദികൾ എന്ന് ആരോപിക്കപ്പെടുന്ന 2 മുതിർന്ന വിദ്യാർത്ഥികൾക്ക് AMU അഡ്മിനിസ്ട്രേഷൻ നോട്ടീസ് അയച്ചതായും അവരെ സ്ഥാപനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതായും അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മുഹമ്മദ് ഫൈസുള്ള, മുജാസിം അഹമ്മദ് ഭാട്ടി ഈ 2 പേർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംഭവത്തിൽ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സംഭവത്തോട് പ്രതികരിച്ച BJP നേതാവും അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ നിഷിത് ശർമ്മ വിഷയം സർവകലാശാല കൈകാര്യം ചെയ്ത രീതിയെ വിമർശിക്കുകയും ചെയ്തു. ഇതിൽ സർവകലാശാല ഭരണകൂടത്തിന്റെ പങ്ക് ലജ്ജാകരമാണ്. ചിക്കൻ ബിരിയാണിക്ക് പകരം ബീഫ് ബിരിയാണി നൽകും എന്ന് കാണിച്ച് സർ ഷാ സുലൈമാൻ ഹാളിൽ നോട്ടീസ് പ്രചരിപ്പിച്ചു. നോട്ടീസ് പരസ്യമായി പ്രദർശിപ്പിച്ചതാണ്. അത് മുതിർന്ന ഭക്ഷണ കമ്മിറ്റി അംഗങ്ങളുടെ ഉത്തരവാദിത്വവുമായിരുന്നു. ഇത് സർവകലാശാലയുടെ വീഴ്ചയാണ് കാണിക്കുന്നത് എന്നും നിഷിത് ശർമ്മ ആഞ്ഞടി. ഇപ്പോ 2 അധ്യാപകരാണ് ഇതിനു മുന്നിൽ എന്ന് പറയുന്നു, 2 മുതിർന്ന വിദ്യാർത്ഥികളാണ് ഇതിനു മുന്നിൽ എന്ന് പറയുന്നു. ഈ സ്ഥാപനത്തിന് കളങ്കമുണ്ടാക്കുന്നതിന് വേണ്ടി, ഈ സ്ഥാപനത്തെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഇവരതിന് ശ്രമിച്ചതാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇവരെ നയിച്ച എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് FIR രജിസ്റ്റർ ചെയ്ത് ഇവരെ ഇതിന് പിന്നിൽ പ്രേരിപ്പിച്ച ഒരു ചേതോവികാരമുണ്ടല്ലോ. നമ്മളെല്ലാവരും നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തോട് കൂറും പ്രതിബദ്ധതയും ഉള്ളവരായിരിക്കുമല്ലോ. ആ സ്ഥാപനത്തിന് കളങ്കമുണ്ടാക്കത്തക്ക രൂപത്തിൽ ഒരു കൃത്യം അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ കൂറില്ലാത്തവരാണ് എന്ന് മാത്രമല്ല, നാളെ ആ സ്ഥാപനത്തിനെതിരെ എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു വിഭാഗവും കൂടിയാണ് എന്ന് സ്ഥാപനക്കാർ കണ്ടെത്തി. നന്ദി.